നമസ്കാരം. ശത്രുക്കളുടെ മധ്യത്തിൽ അകപ്പെട്ട അല്ലെങ്കിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയ രാജ്യമാണ് ഇന്ത്യ എന്ന് പലപ്പോഴും ഭാരതീയർ പരിഭവിക്കാറുണ്ട്. പാകിസ്ഥാൻ പടിഞ്ഞാറ് ഭാഗത്ത്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ചൈന വടക്ക് ഭാഗത്ത്, ഇപ്പോൾ ബംഗ്ലാദേശുമായി അത്ര നല്ല ബന്ധത്തിലല്ല. ശ്രീലങ്കയിൽ മാറിയും മറിഞ്ഞും ഭരണകൂടങ്ങൾ വരുന്നതനുസരിച്ച് ബന്ധം മാറുന്നു. അപ്പോൾ സൗത്ത് ഏഷ്യയിൽ ജിയോ പൊളിറ്റിക്കലി ഇന്ത്യക്ക് തിരിച്ചടികളുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. പക്ഷേ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന ഒരു വലിയ വിഭവമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു അതിർത്തിയുണ്ട് ഭാരതത്തിന്. മറ്റൊന്നുമല്ല, അത് ജല അതിർത്തിയാണ്. അറബിക്കടൽ, ഇന്ത്യ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ ഇന്ത്യയുടെ നാവികസേനയെക്കുറിച്ചുള്ള, അതിൻ്റെ തയ്യാറെടുപ്പിനെക്കുറിച്ചുള്ള പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞ 2 പ്രാവശ്യം വ്യോമസേനയും കരസേനയും സന്നദ്ധമായപ്പോൾ ഇപ്രാവശ്യം ഭീകരാക്രമണത്തിന്, പഹൽഗാം ആക്രമണത്തിനുള്ള മറുപടി കടലിലൂടെയാകുമോ എന്ന ഒരു അന്വേഷണമാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. നോക്കൂ, നോർത്ത് അറേബ്യൻ സീ മേഖല, അവിടെയാണ് പാകിസ്ഥാൻ്റെ തുറമുഖങ്ങൾ. പാകിസ്ഥാൻ്റെ തുറമുഖം, പ്രധാന തുറമുഖം കറാച്ചിയാണ്. അതുപോലെ ഗദാർ തുറമുഖമുണ്ട്. അത് ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ ഡെവലപ്പ് ചെയ്യുന്ന തുറമുഖങ്ങളുണ്ട്. ഇന്ത്യയുടെ സഹായത്തിൽ ഇറാൻ ഡെവലപ്പ് ചെയ്യുന്ന ചബഹാർ തുറമുഖമുണ്ട്. ഇറാൻ്റെ മറ്റ് തുറമുഖങ്ങളുണ്ട്. ഇതെല്ലാമാണ് വടക്കൻ അറേബ്യൻ സീ എന്നതുകൊണ്ട് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. ആ ഭാഗത്ത് നോം എന്ന ഒരു അലേർട്ട് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. NOAM, അതായത് നോട്ടീസ് ഫോർ എയർമെൻ ആൻഡ് മാരിനേഴ്സ്. 2 രാജ്യങ്ങളും അവരുടെ എയർമെൻ ആൻഡ് മാരിനേഴ്സ്, എയർമെൻ എന്ന് പറയുന്നത് വൈമാനികരാണ്, മാരിനേഴ്സ് കപ്പൽ യാത്രക്കാരും കപ്പൽ പടയും ഒക്കെയാണ്. ഇവർക്ക് എന്തിനാണ് ഒരു റെഡ് അലേർട്ട് പാകിസ്ഥാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ഇന്ത്യയുടെ നാവിക സന്നാഹങ്ങൾ അറബിക്കടലിൻ്റെ വടക്കൻ ഭാഗത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ 293 കപ്പലുകൾ ഇന്ത്യക്കുണ്ട്. എല്ലാം നല്ല പ്രഹരശേഷിയുള്ള കപ്പലുകളാണ്. അനുബന്ധ കപ്പലുകൾ വേറെ. പാകിസ്ഥാൻ നാവികസേനയേക്കാൾ അതിശക്തമായ നാവികസേനയാണ്, ആധുനികമായ നാവികസേനയാണ് ഇന്ത്യക്കുള്ളത്. അതുമാത്രമല്ല, ജോയിൻറ്റ് എക്സസൈസസ് അമേരിക്കയുമായിട്ട് ചേർന്നുകൊണ്ട്, മറ്റ് പല രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ജോയിൻറ്റ് നേവൽ എക്സസൈസിന് പേരുകേട്ട രാജ്യവുമാണ് ഇന്ത്യ. അതോടൊപ്പം തന്നെയാണ് ക്വാഡിൽ അംഗമാണ് ഇന്ത്യ. ക്വാഡ് എന്ന് പറയുന്നത് ഒരു ചതുർരാഷ്ട്ര സഖ്യമാണ്. ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പം അമേരിക്കയുടെ ഏഷ്യ പസഫിക്, അല്ലെങ്കിൽ ദക്ഷിണ ഏഷ്യൻ, അതുപോലെ തന്നെ ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നാവികമായ കൊടുക്കൽ വാങ്ങലുകൾ, ഇടപാടുകൾ, അഭ്യാസങ്ങൾ, ഇതിനെല്ലാം ഉള്ള ബോഡിയാണ് ക്വാഡ്, QUAD, ചതുർരാഷ്ട്ര സഖ്യം. അപ്പോൾ ക്വാഡിൻ്റെ ഒരു സാന്നിധ്യം തള്ളിക്കളയാനാവില്ല. കാരണം അതൊരു സൈനിക കരാറൊന്നുമല്ല ക്വാഡ് എന്ന് പറയുന്നത്. അമേരിക്കൻ സൈന്യം, അമേരിക്കൻ നാവികസേന ഇന്ത്യയുടെ രക്ഷയ്ക്ക് കൂടിയെത്തും എന്ന ചിന്തയൊന്നുമില്ല. ഓസ്ട്രേലിയയുടെയോ ജപ്പാൻ്റെയോ നാവികസേനാ വ്യൂഹം എത്തുമെന്ന് ഉറപ്പില്ല. പക്ഷേ ചൈനയുടെ ഡോമിനൻസിനെ ഈ പ്രദേശത്ത്, ഇന്ത്യ മഹാസമുദ്ര മേഖലയിൽ, അതായത് ബേ ബംഗാളിലും അറേബ്യൻ സീയിലും ഇന്ത്യ മഹാസമുദ്രത്തിലുമുള്ള ചൈനീസ് വെസൽസിൻ്റെ ഡോമിനേഷൻ, അത് കുറച്ചുകൊണ്ട് വരിക എന്നതാണ് ഇന്ത്യയുടെ ഒരു നയം. അതുകൊണ്ടാണ് ക്വാഡിൽ ഇന്ത്യ അംഗത്വം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് നമ്മുടെ വിമാനവാഹിനി കപ്പലുകൾ നമുക്ക് 2 എണ്ണമുണ്ട്. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത INS വിക്രാന്ത്, അത് വലിയ ബാറ്റിൽഷിപ്പാണ്. ഏറെ വിമാനങ്ങൾക്ക് അതിൻ്റെ ഡെക്കിൽ നിന്നും പറന്ന് ഉയരാനുള്ള അന്തരീക്ഷമുള്ള ഒരു കപ്പലാണ്, ഒരു മൂവിങ് എംപയറാണത്. അതുപോലെ മുൻപ് തന്നെയുള്ള റഷ്യയിൽ നിന്നും വാങ്ങിയ അഡ്മിറൽ ഗ്രോഷ്കോവ് എന്ന കപ്പൽ, വിമാനവാഹിനി കപ്പൽ പരിഷ്കരിച്ച് നമ്മൾ INS വിക്രമാദിത്യ എന്ന രൂപത്തിൽ ആധുനികവൽക്കരിച്ച് അത് നീറ്റിലിറക്കിയിട്ടുണ്ട്. ഇത് 2ഉം തന്നെ വടക്കൻ അറേബ്യൻ കടലിൽ പാകിസ്ഥാനോട് അടുത്ത ചില കേന്ദ്രങ്ങളിൽ ചുറ്റിത്തിരിയുന്നതായിട്ടാണ് റിപ്പോർട്ട്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. ഉടനടി പ്രയോജനമുണ്ടാകുന്നില്ല എങ്കിലും നമ്മുടെ വ്യോമസേനയുടെ കരുത്ത് കൂട്ടാൻ, വ്യോമസേന എന്ന് വെറുതെ പറയുന്നതല്ല, നാവിക അഭ്യാസങ്ങൾക്ക് ഉപയോഗിക്കുന്ന, അതായത് കപ്പലുകളിൽ നിന്നും കുതിച്ചുയരാൻ കഴിയുന്ന റഫാൽ വിമാനങ്ങളുടെ, അത് പ്രത്യേകതരം റഫാൽ വിമാനങ്ങളാണ്. അത് ഫ്രാൻസിൽ നിന്നും നമ്മൾ കഴിഞ്ഞ
36 വിമാനങ്ങളുടെ ഒരു ബാച്ച് ഫ്രാൻസിൽ നിന്നും വാങ്ങിയതിനെക്കുറിച്ച് 59,000 കോടി രൂപയുടെ, അപ്പം അത് വലിയൊരു തുകയാണ്. ഇതിപ്പോൾ അതിനേക്കാൾ വലിയ തുകയ്ക്ക് 26 റഫാൽ വിമാനങ്ങൾക്ക് ഇന്ത്യ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിൻ്റെയും ഫ്രഞ്ച് കമ്പനി, അപ്പോൾ ആ കമ്പനിയുടെയും എല്ലാം സാന്നിധ്യത്തിൽ റഫാലിൻ്റെ ഡസോ ഏവിയേഷൻ, ആ കമ്പനിയുടെ എല്ലാം പ്രതിനിധികൾ ചേർന്ന് ഭാരതവും ഫ്രാൻസും തമ്മിൽ 26 വിമാനങ്ങൾക്ക് കൂടി കരാർ ഒപ്പിട്ടു. അത് ഉടനടി അതിൻ്റെ ബാച്ചുകളായിട്ടാണ് വരുന്നത്. 2030 4-5 വർഷത്തിനുള്ളിൽ അതിൻ്റെ പൂർണ്ണമായി ബാച്ച് ഇതെത്തും എന്നതാണ്. അപ്പോൾ നമ്മുടെ വ്യോമസേന സജ്ജമാകും എന്നതിനുപരിയായി നമ്മുടെ നാവികസേനയുടെ വ്യോമപ്രഹരശേഷി, നാവികസേനയുടെ വ്യോമപ്രഹരശേഷി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, കപ്പലുകൾ ഉപയോഗിക്കുന്നത് കപ്പലുകളിൽ മിസൈലുകൾ ഘടിപ്പിച്ച് കരയിലേക്കോ മറ്റ് കപ്പലുകളിലേക്കോ അന്തർവാഹിനികളിലേക്കോ ഒക്കെ തൊടുക്കാവുന്ന രീതിയിലാണ്. അതുപോലെ ആകാശമാർഗം വരുന്ന വിമാനങ്ങളെ ആക്രമിക്കാൻ കപ്പലുകളിൽ നിന്നും പീരങ്കി സംവിധാനങ്ങളുണ്ടാകും. അതുമാത്രമല്ല, കപ്പലുകളിൽ നിന്നും കുതിച്ചുയരുന്ന വിമാനങ്ങൾ ചെറിയ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്സാണ്. ആ വിമാനങ്ങൾക്ക് കരയിൽ വലിയ നാശനഷ്ടങ്ങൾ, ശത്രു കപ്പലുകൾക്ക് നേരെയോ അല്ലെങ്കിൽ കരയിലോ നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ കഴിയും. ആ വിമാനങ്ങളിൽ നിന്നുള്ള മിസൈലുകൾക്ക് വലിയ പ്രഹരശേഷിയും ഉണ്ട്. എയർ ടു ലാൻഡ് മിസൈലുകളാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ റഫാൽ എന്ന അത്യന്താധുനിക യുദ്ധവിമാനങ്ങളുടെ കടന്നുവരവ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകും എന്ന് വേണമെങ്കിൽ കരുതാം. ഇനിയാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ഇൻവോൾവ്മെൻറ്റ്. ചൈന അടങ്ങിയിരിക്കുമോ? ചൈനീസ് വെസൽസിൻ്റെ സാന്നിധ്യം വലിയ തോതിലാണ്. നോക്കൂ, മുൻ യുദ്ധങ്ങളിലൊക്കെ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ 71-ൽ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട അവിടെ വന്നു നിന്നു എന്നോർക്കണം. ബേ ഓഫ് ബംഗാളിൽ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട പാകിസ്ഥാന് കവചം ഒരുക്കിക്കൊണ്ട് നിന്നു. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി, ഫേമസ്ലി ഇന്ദിരാഗാന്ധി നമുക്ക് കോട്ട് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ അമേരിക്കക്കാർക്ക് അമേരിക്കയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കാട്ടി മിസസ് ഗാന്ധി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കപ്പൽപ്പടയെ അവിടെ വിന്യസിക്കാം, അത് കടലുകളാണ്, ഓപ്പൺ സീ ആണ്, എല്ലാവരുടെയുമാണ്, വനവരാശിയുടേതാണ്. പക്ഷേ അവർ ഞങ്ങളുടെ ഭൂമിയോടെടുത്താൽ ഈ കപ്പൽ വ്യൂഹം തിരിച്ചു പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഇന്ത്യ തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനം റഷ്യയുമായി അന്നുണ്ടാക്കിയ ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ. അങ്ങനെ നാവികമായി വന്ന വലിയ ഭീഷണി, കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് കരവഴി എത്താനൊക്കില്ലല്ലോ അമേരിക്കയ്ക്ക്. അതുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കാനാണെങ്കിൽ കടൽ മാർഗം വലിയ രീതിയിലുള്ള കപ്പൽ സന്നാഹം ഒരുക്കിയിരുന്നു. അതേ മാതിരിയുള്ളൊരു കപ്പൽ സന്നാഹം അമേരിക്ക ഒരിക്കലില്ല പാകിസ്ഥാന് വേണ്ടി. കാരണം അമേരിക്കയുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു, അമേരിക്കയുടെ ചിന്ത മാറിയിരിക്കുന്നു. പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ മുൻകാലങ്ങളിലുള്ള അതുപോലെയുള്ള ബന്ധമല്ല എന്നുകൂടി ഓർക്കണം. പക്ഷേ ചൈന അങ്ങനെയല്ല. ചൈനയും പാകിസ്ഥാനും തമ്മിൽ എക്കാലത്തുമുള്ള ബന്ധം ഇപ്പോൾ പൂർവാധികം ശക്തമായി. കാരണം അമേരിക്കയുമായി ശത്രുതയിലേക്ക് കൂടുതൽ ശത്രുതയിലേക്കും വ്യാപാര യുദ്ധത്തിലേക്കും നീങ്ങുമ്പോൾ സ്വാഭാവികമായി ചൈനയ്ക്ക് കടലുകളിലേക്ക് ആക്സസ് ഉണ്ടാകണമെങ്കിൽ, വാം വാട്ടർ പോർട്ട്സിലേക്ക് ആക്സസ് ഉണ്ടാകണമെങ്കിൽ ചുറ്റി വളഞ്ഞു വരാതെ നേരിട്ട് ചൈനീസ് ഗുഡ്സിന് വരാവുന്ന ഇടമാണ് കറാച്ചി തുറമുഖം അല്ലെങ്കിൽ ഗദ്ദാർ തുറമുഖം. അതിൻ്റെ വികസനത്തിനാണ് ചൈന വലിയ തോതിൽ പണം ചെലവഴിച്ചതും ഒക്കെ അതിനുവേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് ഈ പാകിസ്ഥാൻ്റെ തുറമുഖങ്ങൾ സുരക്ഷിതമായി നിലനിർത്തണം എന്ന വലിയ താല്പര്യമുണ്ട്. പാകിസ്ഥാനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, മറിച്ച് ചൈനയുടെ വ്യാപാര താല്പര്യങ്ങൾ അങ്ങനെയാണ്, ചൈനയുടെ ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് എന്തു വന്നാലും കറാച്ചി ആക്രമണ വിധേയമാകാൻ പാടില്ല എന്ന ചൈനയുടെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് ചൈനീസ് വെസൽസും വളരെ സജീവമാണ് ആ മേഖലയിൽ. അതുകൊണ്ടാണ് ഇന്ത്യ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. കഴിഞ്ഞ 2 യുദ്ധങ്ങളും നോക്കൂ, കഴിഞ്ഞ 2 യുദ്ധങ്ങളും ഇന്ത്യ ചെയ്ത പ്രധാനപ്പെട്ട കഴിഞ്ഞ 2 പോരാട്ടങ്ങൾ അത് എയർഫോഴ്സ് ഉപയോഗിച്ചാണ്. ഒന്ന് സർജിക്കൽ സ്ട്രൈക്ക്, 2019 സർജിക്കൽ സ്ട്രൈക്ക്, അത് ബാലാക്കോട്ട് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് നമ്മുടെ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള സർജിക്കൽ സ്ട്രൈക്കാണ്, ഏറിയലാണ്, വ്യോമ മാർഗമാണ് ഉപയോഗിച്ചത്. അതിന് മുൻപുള്ള 2016 ഉറി ആക്രമണത്തിന് മറുപടി ഇന്ത്യ കൊടുത്തത് കരയാക്രമണത്തിലൂടെയാണ്. കമാൻഡോ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകൾ നമ്മൾ തകർത്തു, എന്നിട്ട് തിരിച്ചു വന്നു. ഈ 3ാം പ്രാവശ്യം ഈ ഭീകരാക്രമണത്തിന്, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി കൊടുക്കാൻ പോകുന്നത് ആ ഭാഗത്തേ ആവില്ല, മറിച്ച് ഇങ്ങ് കറാച്ചി മേഖലയിൽ, തെക്ക് സിന്ധു മേഖലയിൽ ആവും എന്ന് പലരും വോൺ ചെയ്യുന്നത്
ശരിയായി വന്നാൽ ഈ സന്നാഹങ്ങൾക്ക് കാമ്പുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ നോട്ടീസ് ഫോർ എയർമെൻ ആൻഡ് മാരിനേഴ്സ് എന്നത് ഇഷ്യൂ ചെയ്തത്. ഒരു യുദ്ധം ഉടനടി ഉണ്ടാകുമെന്ന അവരുടെ പെർസെപ്ഷൻ കൊണ്ടാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ സമയവും സാഹചര്യവും എല്ലാം തന്നെ ഇന്ത്യയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇന്ത്യ നേരിട്ട് അങ്ങോട്ട് കയറി അടിക്കാനുള്ള സാധ്യത കുറവാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കാനുള്ള സാധ്യതയാണ്. വീക്കായി നിൽക്കുന്നവരാണ് പലപ്പോഴും ആക്രമണത്തിന് പെട്ടെന്ന് ഒരു ആക്രമണം നടത്തി അവരുടെ രാജ്യത്തെ ഒന്ന് ഒരുമിപ്പിച്ചെടുക്കാനുള്ള ഒരു താല്പര്യമുണ്ടാകും. അതുകൊണ്ട് ഇന്ത്യ പരമാവധി സംയമനം പാലിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.